ഹമാസും ഇസ്രയേലും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നടക്കുന്നതിനിടെ ഇസ്രയേലിൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭൂരിപക്ഷത്തിന്റെ ഭീഷണി. നെതന്യാഹുവിനെ മന്ത്രിസഭയിൽ പിന്തുണയ്ക്കുന്ന മുന്നണിയിലെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയിലൊന്നായ തീവ്ര വലതുപക്ഷ പാർട്ടിയായ യുണൈറ്റഡ് തോറ ജുഡായിസം പാർട്ടിയാണ് മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിച്ചിരിക്കുന്നത്. 120 അംഗ പാർലമെന്റിൽ 60 അംഗങ്ങളുടെ ഭൂരിപക്ഷമാണ് വേണ്ടത്. നെതന്യാഹുവിന്റെ ലിക്വിഡ് പാർട്ടിക്ക് 32 അംഗങ്ങളാണുള്ളത്. പക്ഷേ ഈ പിന്തുണ പിൻവലിച്ച പാർട്ടിയുമായുള്ള ചർച്ചകൾ നടന്നു വരികയാണ്. ആ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഭൂരിപക്ഷം നഷ്ടപ്പെടും. സാധാരണയായിട്ട് ഇസ്രയേലിൽ 4 വർഷം ആരും പൂർത്തിയാക്കാറില്ല. പലപ്പോഴും അസ്ഥിരമായ സർക്കാരാണ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ എന്തു തന്നെയാവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്ഥിതി എന്ന് പറയാറാവില്ല. പക്ഷെ അന്താരാഷ്ട്ര തലത്തിൽ കടുത്ത സമ്മർദ്ദങ്ങൾ ഏറുമ്പോഴും അതിശക്തമായ രീതിയിലാണ് നെതന്യാഹു നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾ അദ്ദേഹത്തിന് അതിജീവിക്കാൻ കഴിയുമെന്നാണ് പലരും പ്രതീക്ഷിക്കുന്നത്.